രാത്രി ഓരോ തുണ്ടുപടം കണ്ട് കിടക്കും പണ്ടാണ് കൊടുത്തു. ഇന്ന് ഞാൻ പൊളിക്കും. ആശിച്ചവൻ ആകാശത്തുനിന്നു രാനെ കിട്ടി, ആകാശവും കൂടെ പോന്നെ. അയ്യോ ഇന്റർവ്യൂ ഏറ്റോട് വിളിക്കാൻ പറഞ്ഞത്. ഏത് ഇന്നലെ രാത്രി സ്വപ്നം കണ്ടത്? അതന്നെ. പക്ഷെ നേരല്ല, ഒരു ഇന്റർവ്യൂ ഉണ്ട്. കണ്ടത് പറയാനാണ്, ഒരുപാട് പറയാണ്ട്. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരാം. എന്നാ എന്റെ ബ്രഷ് നേരല്ല. ഈ പഴയമാരില്ല. എന്റെ ഫോണാണ് വെല്ലടീനാ. ഓ തേച്ചിട്ടുമില്ല. ഇതൊരു തേച്ചുണ്ടാക്കണ്ടേ. അയ്യോ ഞാൻ ചൂടായിക്കൂട്. ഇന്റർവ്യൂ കിട്ടിയില്ലേ? ഇന്നിപ്പോ വനിതാ കോളേജിലാ ഇന്റർവ്യൂ. മാനവേ നിന്റെ ഫയലാണ്ടോ? തേങ്ങ ഏറി. ഓ ചീൻചട്ടി കിടക്കി. മാനവേ എന്റെ ഫോണില് വെല്ലടീന്ന് നോക്ക്. കൊറേ നേരം വെല്ലടീന്ന്. ഞാൻ പോവാട്ടോടോ. എന്തെങ്കിലും എണീറ്റ് പണിക്ക് വെക്കടോ. എന്റെ ബ്രഷ് വാങ്ങി തന്നോട്ടാ. ആ പല്ലേക്കാത്ത എനിക്ക് ബ്രഷാ. കൊറേ മിസ് കോൾഡറാ, 18 എണ്ണം. ഒന്ന് വീട്ടിലേക്ക് കൂടെ. ഞാനില്ല, ഇന്നലെ ഓഫായി കിടന്നപ്പോ ആരാ നോക്കിയേ? എനിക്ക് വീട്ടിൽ പോണ്ടേ? കണ്ണുമോറം പൊട്ടിച്ചോളി. അമ്മേന്റെ സ്വഭാവം വെച്ച് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്നേ. ഒന്നും നമ്മള് കാര്യം പോലല്ലോ. അവിടെ കുറെ ആളുണ്ടല്ലോ. ഓ എത്തിയല്ലോ. ഓ ഇവര് കുത്തോണ്ടായിരുന്ന ഈ വീടിന് ഈ ഗതി വരുമോ? എന്റെ അമ്മേ, മുത്തച്ഛൻ. അമ്മ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറഞ്ഞോടാ. ഏയ് എന്റെ ഫ്രഞ്ച് മുത്തച്ഛനൊന്നല്ലടാ, അയാളത് വായോണ്ട് ഇലത്താളടിക്കുന്നത്. അയ്യോ ഞമ്മക്കെന്ന്. ഏയ് അമ്മയ്ക്കൊന്നല്ലടാ. അമ്മ എനിക്കിഷ്ടപ്പെട്ടവന്റെ ഒപ്പം ഞാൻ പോകുന്നു. ഈ നരകം എനിക്ക് മതിയായി. ഇന്നലെ എന്റെ പിറന്നാളായിട്ട് ഇവിടെ വീട്ടിൽ വരാത്തൊരു ഏട്ടൻ, ഏത് നേരം കുറ്റം മാത്രം പറയുന്ന ഒരു അമ്മ. ഇവിടുന്ന് എനിക്കൊരു മോചനം വേണം. 24 മണിക്കൂറും പുകവലി മുറുക്കാനായിട്ട് തുപ്പി നിറയ്ക്കുന്ന ഒരു മുത്തശ്ശൻ. ഭ്രാന്ത് പിടിക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ ത്രിവിനേട്ടനോടൊപ്പം പോവാ. അതെ, അലമാരയിൽ നിന്ന് 2 പവന്റെ മാലയും 2 വളയും ഞാൻ എടുക്കുന്നുണ്ട്. എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട എന്ന് ത്രിവിനേട്ടന്റെ മാത്രം മിഷ. നിനക്ക് മതിയായല്ലോ, വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഹോ, നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ. നാട്ടുകാര് ബഹുമാനിക്കുന്ന രക്തസാക്ഷിയായ സഖാവ് കൃഷ്ണന്റെ മോനാ നീ. ആ പേര് നീ തന്നെ കളഞ്ഞല്ലോടാ. എന്ത് പറഞ്ഞെന്താ, എന്റെ വിധിയാ. ഇന്നലെ അവള് സ്നേഹം കാണിച്ച് കൊഞ്ചപ്പോഴേ എനിക്ക് തോന്നിയതാ. ആളന്മാർ എന്റെ മാലി വളി ഒക്കെ എടുത്തിട്ട് അവള് പോയത്. അല്ലെങ്കിലും അമ്മമാരെ പറഞ്ഞ് പറ്റിക്കാൻ മക്കൾ പണ്ടേ മിടുക്കരാണല്ലോ. ആരെങ്കിലും ഒന്ന് പോലീസിനെ വിളിക്കുവോ? നല്ല മൊഞ്ചുള്ള പേര് ത്രിവിൻ. അവനെ പൊക്കും ഞങ്ങള്.
ഇതെന്റെ വീടല്ലേ? അതെ. സ്ത്രീകളെ പോക്കണ്ട കേട്ടോ. ആ പൊക്കാം, കാപ്പി കുടിച്ച് വൈകുന്നേരം പൊക്കാം. നല്ല ആങ്ങള. വാ ഉമ്മ, 2 ചായ. ശ്ശെടാ. എന്നാലും ഏതായിരിക്കും ഈ ത്രിവിൻ? എന്തായാലും കിടുക്കാച്ചി ചങ്ങായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്റെ പെങ്ങളൊക്കെ അവന്റെ കൂടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയാണ്. ഓലിത്ര വലിയ പെണ്ണായി പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. ആ ചായ എത്തി. ഇത്ര വേഗം ചായ ഇട്ടിട്ട് വന്നാ? മാനു, പെമ്പിള്ളാര് വയസ്സറിച്ച പിന്നെ എന്തൊക്കെ ചിന്തിക്കുന്നെന്ന് പടച്ചോന് പോലും തിരിയൂല. ചില നേരത്തെ എന്തായാലും കഷ്ടായി. ഓളെ ഈ മറ്റേ ചാറ്റിങ്ങും പരിപാടിയൊക്കെ കാണുമ്പോഴേ മുഖത്തൊന്ന് കൈയെടുക്കാൻ തോന്നില്ല. എടാ നീ വിട്. അതെ, ഞാൻ അമ്മോട് എപ്പോഴും പറഞ്ഞ മൊബൈൽ കൊടുക്കരുത്. വീട് ഉമ്മക്ക് എവിടെ വെച്ചാലേ ഓളെ പോയി കണ്ടുപിടിക്കാം. അല്ലമ്മ, അങ്ങക്ക് ഇതിൽ കുറച്ച് പാലൊഴിച്ചൂടെ? പഞ്ചസാര എല്ലാം കൊറേ ഇട്ടതാ. ബാപ്പയ്ക്ക് മാത്രം പാലൊഴിച്ചു കൊടുക്കും. നമുക്ക് പാലില്ല. ഞാൻ അങ്ങോട്ട് വരാം. ആ പാറക്കൽ സൈതാലിയ. അല്ലോ ഇവിടെ ഉണ്ടേന്. വാലൈക്കും സലാം. ഒരു പണിക്കും പോകാതെ രക്ഷിതാക്കൾ ഉണ്ടാക്കിയെന്ന് ജീവിക്കുന്ന മക്കളാ കുടുംബത്തിന്റെ ശാപം. തന്നെയാണ്. ഉമ്മക്ക് അറാമായതൊക്കെ ഓർക്ക് ഹലാല. ചായ ക്യാൻസൽ. ആ ഞാൻ വിളിക്കാം. ആ രണ്ടാളുണ്ടല്ലോ. ചോറ് കഴിച്ചിട്ട് പോയാ മതി. ആയിക്കോട്ടെ. എന്റെ പെങ്ങളെ കാര്യം എന്തായി? അന്വേഷിക്കുന്നുണ്ട്. എന്റെ കഴിഞ്ഞ് പോക്കാണ്. ലേഡിയാനു അത് പുസ്തകം വാങ്ങാൻ വേണ്ടി എടുത്തു. ആ പറടാ. ആ ശരി ഞാൻ എത്തിക്കോളാം. ഓക്കെ. എന്താടാ? ഓളെ ആ ചെക്കനെ കൂടെ പോലീസ് പിടിച്ചിട്ടുണ്ട്. ആണോ? എന്നാ പോവാ. വേണ്ട, ഇനി വരണ്ട, ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ്, മാഹി പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഇതിനൊക്കെ ചില നിയമവഴികളുണ്ട്. മദ്യത്തെ നിങ്ങൾ എതിർത്തോളൂ, പക്ഷേ അത് ലൈസൻസ് ഉള്ള ബാറുകളുടെ മുന്നിൽ വെച്ചാകുമ്പോഴല്ലേ പ്രശ്നം. അവരും സർക്കാർ അംഗീകാരത്തോടല്ലേ ഇതൊക്കെ നടത്തുന്നത്. മാം, എത്ര പേരാണ് തെരുവിൽ മദ്യപിച്ച് മരിച്ചു വീഴുന്നത്? അത് കണ്ടില്ല നടിക്കാൻ നമുക്ക് പറ്റുവാ? ഐ നോ യുവർ ഫെയർ ഇന്റൻഷൻ. ഐ ടോൾഡ് യു ഓൾറെഡി. നിങ്ങളുടെ ഉദ്ദേശം തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ നേരിടുന്നത് ചെറിയ മാഹിയിലെ വലിയ ആളുകളോടാ. അറിയാം മാഡം, ഞങ്ങൾക്കൊപ്പം വേണം. തൽക്കാലം കേസൊന്നും ചാർജ് ചെയ്യുന്നില്ല. ഒന്ന് ഉപദേശിച്ചു വിടണമെന്ന് ഞാൻ കരുതിയുള്ളൂ. മാം, മാഹീനെ നമുക്ക് മാറ്റണം മാം. ഇപ്പൊ മാഹീന്ന് കേട്ടാല് എന്താന്ന് മലയാളികൾക്ക് ഓർമ്മ വരാ? കുപ്പി അല്ലേ? അത് മാറ്റണം. അത് മാറിയിട്ട് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എഴുതിയ എം മുകുന്ദന്റെ മാഹി, അതുപോലെ മയ്യഴി ഗാന്ധി, IK കുമാരൻ മാസ്റ്ററെ പോലുള്ള ആൾക്കാർ സ്വപ്നം കണ്ടൊരു മാഹി. ഞങ്ങൾ അതിലേക്കുള്ള യാത്രയിലാ. ഇറ്റ്സ് ഓക്കെ, ഗുഡ്. ഇതൊക്കെ ഒരു കംപ്ലൈന്റ് ആവുമ്പോഴാ കുട്ടി പ്രശ്നം. എന്തായാലും ഒരു നല്ല കാര്യത്തിനല്ലേ, നടക്കട്ടെ. താങ്ക് യു മാം. ഓക്കെ, ശരി ശരി. എന്തായാലും മേഡത്തെ കണ്ടല്ലോ. നിന്നെ നോക്കുന്നുണ്ടല്ലോ. ഏതോ കേസ് കേട്ടാന്നാ തോന്നുന്നു. ഓൻ്റെ നോട്ടം കണ്ടറിയാം മുഴുകുട്ടീനാ. നിനക്ക് പിന്നെ ആരെയാ നല്ലതായിട്ട് തോന്നുന്നു? ഇനി വന്നോട്ടെ. ഇനി ഒരെണ്ണം കവള് ചേർത്ത് വെച്ച്. അപ്പൊ സ്റ്റേഷനിലേക്ക് വന്നോളൂ. ഒരു മിനിറ്റ്, ആ മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ മാഡം. ശരിയപ്പോ. ഈ ഒക്കെ ഒരു ആണാണോ? നിന്റെ പെങ്ങളാണ് ഞാൻ ഇടിച്ചിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. സെൽഫി എടുത്ത് ഞാൻ കൊല്ലും. മിസ്സിംഗ് കേസിലെ പോലീസ് എത്തിയപ്പോഴേക്കും മേനപ്പർ ക്ഷേത്രത്തിൽ വെച്ച് അവരുടെ വിവാഹം നടന്നിരുന്നു. എന്റെ പൊന്നു സാറേ, എന്റെ മോൾ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു തരണം. ഞാൻ പറഞ്ഞ എന്റെ മോൾ എന്റെ കൂടെ വരും, എനിക്ക് ഉറപ്പാ. അവര് പറയട്ടെ തീരുമാനം. ആങ്ങളെയായിരിക്കും അല്ലേ? യു മമ്മി ആൻഡ് യു ബ്രോ. യു നമ്മളൊക്കെ സുഹൃത്തുക്കളാണ്. നീ എന്തിനാടി എന്നെ ഇങ്ങനെ തീയതിയിരിക്കുന്നത്? നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് വേണ്ട നിങ്ങളുടെ സ്നേഹം. എന്തിനെങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഞങ്ങളൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ. മമ്മി ഡോണ്ട് വറി. ഒന്നും അല്ലെങ്കിലും എന്റെ കൂടെ അല്ലേ. മമ്മി ഒന്ന് ചിരിച്ചേ, നമുക്കൊരു സെൽഫി അങ്ങ് അടിക്കാം. ബ്രോ സ്മൈൽ. ഒന്നും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു കുടുംബമായില്ലേ. ബ്രോ വാ സെൽഫി. മമ്മി അല്ലടോ, ഈ ന്യൂ ജനറേഷൻ പിള്ളേര് ഭ്രാന്തന്മാരുണ്ടാവും. അങ്ങനെയുണ്ട്, ചരിത്രമുണ്ട്. എന്താ അമ്മേ, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് യുവന്മാരെ പോലുള്ളവരെ മതി. മക്കളുടെ സ്നേഹത്തിന് വേണ്ടിയൊക്കെ കൊതിക്കാതിരിക്കുന്നതന്നെ നല്ലത്. സീരിയലാണ് ഒരു ന്യൂജ്. മാഡം
ഞങ്ങൾക്ക് സംഘടനയൊക്കെ ഉണ്ട് കേട്ടോ. ആണോ? അറിഞ്ഞില്ല. കേട്ടല്ലോ, ഇതാണ് അവസ്ഥ. ഹലോ, ഒരു മിനിറ്റ്. സെൽഫി എടുക്കാൻ എനിക്കെന്താ പ്രാന്താണല്ലോ. ഒരു കാര്യം പറയട്ടോ. മോളും ഈ ഭ്രാന്തന്റെ കാര്യം കണ്ടിട്ട് പോരാ. ജസ്റ്റ് മിനിറ്റ് പറ ഭ്രാന്ത. അതായത് എന്റെ വള മാല. അയ്യടാ എക്സ്ക്യൂസ് മീ, വൈ? എടോ, ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞാലേ വല്ലാത്തൊരു സാധനം. അതുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ചൂണ്ട കുടിക്കാൻ മീന്റെ മാതിരി കൊറേയാണ്ട് വലിച്ചാണ്ട് കൊണ്ടുപോകും. ഒന്നെങ്കിൽ നങ്കീസ് പൊട്ടും, അല്ലെങ്കിൽ മീൻ ചാവും. എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല ഏട്ടാ. ഇന്നലെ രാത്രി 1 മണിക്ക് ഒറ്റയ്ക്ക് ആ പെണ്ണിനെ വിളിച്ചിറക്കൊണ്ട നാളെ ഞാൻ. അയ്യോ, എനിക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്ത് തരണോ? ഒരു 2000 എടുത്ത്. എന്തിന്? അല്ലടോ, എനിക്കൊരു അളിയനെ വേണ്ടേ? 2000 റുപ്യക്ക് അളിയനെയൊക്കെ കിട്ടും. 5000 ഒരു അച്ഛനെ വരെ ഒപ്പിച്ചു കൊടുക്കും. പിന്നെയാണ് അളിയ മതി, അളിയ മതി. വേണ്ട. എന്നാ 2000 റുപ്യ എനിക്കറിയാം. വെള്ളം അടിക്കാനല്ലേ? അല്ല, എത്തിങ്ങാനല്ലേ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. 2000 റുപ്യക്ക് നടക്കൂ? ഏട്ടാ ബേബി, കല്യാണം നടക്കട്ടെ. വരുന്നു. ഒരു സെക്കൻഡ് പോലും എന്നെ കാണാതിരിക്കാൻ കഴിയില്ല. ഏട്ടാ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, 2000 രൂപയുടെ ചെറിയൊരു ചാരിറ്റി പ്രവർത്തനം. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ വിവാഹം എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. ഡാർലേ, ഇരിക്കട്ടെ തലയില്. മനു, സോമനടുക്ക് 2000 പെട്ടി. അനക്കോണ് ഒരു അളിയനായിട്ട് കണ്ടുവിടറോ? പറ്റോ? ഒരു വണ്ടി കിട്ടുമോ? പല്ലൂർ പോയി 2 പെഗ് അടിക്കല്ലേ നമുക്ക്? പോലീസ് ജീപ്പ് മതിയാ?